ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജനുവരി മാസത്തിലെ മാസഫലം 12 രാശിക്കാർക്കും എന്തൊക്കെ ആണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. ആദ്യമായിട്ട് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ 9-ലാണ് സഞ്ചരിക്കുന്നത്. അത്ര നന്നല്ലാതെ അത് ധനക്ലേശം ഒക്കെ ഉണ്ടാക്കാം. വരവ് കുറയുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം. മനസമാധാനം കുറയും. ചില ബന്ധുക്കൾ മൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ചില അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുറവ് വരുത്തുന്നതിനായിട്ട് മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ ഒത്തിരി കുറഞ്ഞു കിട്ടും. എന്നാൽ 15-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല നേരെ വിപരീതമായിട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട്. ധനനേട്ടം ഉണ്ടാകാം. അഭീഷ്ട സിദ്ധി, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക. എല്ലാ കാര്യത്തിലും ഒരു വിജയം, അതായത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ച് കിട്ടുന്നതാണ്. അധികാരികളുടെ ഒരു നല്ല സഹായമോ ഒരു നേട്ടങ്ങൾ, അവർ മൂലം നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ബന്ധുസമാഗമം ഉണ്ടാകും. ബന്ധുക്കളും ഒക്കെ ആയിട്ടൊരു കൂടിച്ചേരൽ. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. പണത്തിന് ഞെരുക്കം, ഉഷ്ണസംബന്ധമായ രോഗം, ബലക്ഷയം, അപമാനം സഹിക്കേണ്ടി വരിക, ശാരീരിക ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ധനം എന്ന് പറഞ്ഞു, ചൊവ്വ ധനത്തിന് ക്ലേശം വരുത്തുമെന്ന് വെച്ചാൽ അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ധനകാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക, അത് മാറ്റിവെക്കുക. അപ്പോൾ അതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അപ്പോൾ എന്നാൽ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മുടെ കഴിവിനനുസരിച്ചൊരു വഴിപാട് എന്തെങ്കിലും ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം ദോഷം കുറയും. പിന്നെ ബുധന് 7-ാം തീയതി വരെ അനുകൂലനാണ്. ധനലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷം, നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുക എന്നുള്ള ഒരു സാധ്യതയുണ്ടായി. അങ്ങനെ നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്നതാണ്. കഠിനാധ്വാന നിമിത്തം നിങ്ങളുടെ ബിസിനസ്സിലൊരു ഉയർച്ച ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ 7 മുതൽ അത്ര നന്നല്ല, 7-ാം തീയതി മുതൽ അങ്ങോട്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചു, ദോഷങ്ങൾ കുറയും. ഇത് ജപിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴം അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. സർക്കാർ തലത്തിൽ ദോഷപ്രദമായ നടപടികൾക്കൊക്കെ സാധ്യത. തൊഴിലിൽ ചില തർക്കമോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകും. 14-ാം തീയതി വരെയുള്ള സമയം ഈ കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ളതാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുക, അല്ലെ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ ദോഷപ്രദമായിട്ടുള്ളതാണെങ്കിലും ചില നല്ല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള നീക്കത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം അനുകൂലമായി വരുന്നു. അതിനൊരു തുടക്കം കുറിക്കാനെങ്കിലും സാധ്യതയുണ്ട്.
കൂടാതെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. എങ്കിലും നല്ല ടെൻഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദൂരയാത്രയൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്ന് ശ്രമിക്കുക. ശുക്രൻ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. ധനലാഭം, സുഖപ്രാപ്തി, ദുഃഖശമനം, സർവാഭിഷ്ട ലാഭം, ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. ധനലാഭം, രോഗശമനം തരുന്നതാണ്. അധികാരം പ്രാപ്തി എന്ന് വെച്ചാൽ പലയിടത്തും ചില അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ബഹുമാനം ഉണ്ടാകുക, ഭാര്യാപുത്രാദികളുമായിട്ട് സന്തോഷപ്രദമായ ജീവിതം തരുന്നതാണ് ഈ ശനി. പിന്നെ രാഹു അത്ര അനുകൂലനല്ല. അപ്പോൾ ചിലവ് അധികമാക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ 12-ലെ രാഹു ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ആയില്യത്തിൻ്റെ അന്ന് ആയില്യപൂജ, സർപ്പപൂജ, നൂറും പാലും വഴിപാട് ചെയ്യുക. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി ഇടവരാശി. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഇടവക്കൂറ്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്കളുമായിട്ട് വഴക്ക്, പത്നീകോപം, ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ, ബന്ധുവിരഹം, അതുപോലെ വരവൊക്കെ കുറയുന്നതിനൊരു സാധ്യതയുണ്ട്. ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുക. ഈ ദോഷങ്ങളൊക്കെ കുറയും. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. കാര്യ തടസ്സം, കടം വാങ്ങിക്കേണ്ടി വരിക, രോഗങ്ങളൊക്കെ ഒന്ന് ക്ലേശിപ്പിക്കാം. സ്ഥാന നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരയാത്ര, ധനനഷ്ടം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. 7-ാം തീയതി മുതൽ അത് അങ്ങോട്ട് അനുകൂലനായിട്ട് തന്നെ സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക, ധനലാഭം, ബുദ്ധിവികാസം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് 7-ാം തീയതി മുതൽ അങ്ങോട്ട്. ചില മനക്ലേശങ്ങൾക്ക് എന്നാലും സാധ്യത ഉണ്ടാകും ഇടയ്ക്ക്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ, അപ്പോൾ ഈ ടെൻഷനും ക്ലേശങ്ങളും കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം, വീട് വിട്ടുപോകേണ്ടി വരിക, അതിനൊരു സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് വസ്തുനാശം സംഭവിക്കാം. വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലയിടത്തും ചതിക്കപ്പെടുന്നതിനിടയുണ്ടാകും. പിന്നെ ചിലവ് അധികമായിട്ട് വരുന്നതാണ്. പക്ഷേ നല്ല കാര്യത്തിനായിട്ടാണ് കൂടുതലും ഇത് ചിലവാക്കുന്നത്. എങ്കിലും ധാരാളമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവിന് സാധ്യതയുണ്ട്. പിന്നെ ഈ ഏപ്രിൽ മാസം, അടുത്ത വർഷത്തെ ഏപ്രിൽ മാസം 30-നകം നിങ്ങൾക്ക് ഒരു വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിന് നല്ല സാധ്യത കാണുന്നുണ്ട്. അത് 80% ആൾക്കാർക്ക് അതിന് സാധ്യതയുണ്ടാകും. അതിനൊന്നിപ്പോഴേ ശ്രമിച്ചു കൊള്ളുക. അപ്പോൾ വീട് വാങ്ങിക്കാനോ ഭൂമി വാങ്ങിക്കാനോ ഒക്കെ ആയിട്ട് ചിലവ് അതങ്ങനെ ആയിക്കോളും. നല്ല കാര്യത്തിനാണല്ലോ. പിന്നെ മാതാവിന് വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നാലും ടെൻഷൻ തരും. ഒരു ആശുപത്രി വാസത്തിനും സാധ്യത കാണുന്നു. സ്വന്തം ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ അടുത്ത് ഉള്ളവർക്ക് വേണ്ടിയിട്ടോ ഒരു ആശുപത്രിയിലൊന്ന് പോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ, സഹസ്രനാമ അർച്ചന ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ചെയ്തോളൂ. അപ്പോൾ ദോഷങ്ങൾ കുറയും. വിഷ്ണു സഹസ്രനാമം എന്നും ഒരേ സമയത്ത് ജപിക്കാവുന്ന വരിയിൽ വളരെ ദോഷങ്ങൾ അത് തന്നെ മാറ്റിത്തരുന്നതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ അനുകൂലനല്ല. നിത്യവൃത്തിയിൽ ക്ലേശങ്ങളെ, ദുഃഖം, സ്ത്രീകൾ മൂലം ക്ലേശം ഉണ്ടാകുക, അപമാന ഭീതി ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ദേവീക്ഷേത്രത്തിൽ നമുക്ക് കഴിയുന്നതനുസരിച്ചൊരു വഴിപാട് ചെയ്യുക. മാല ചാർത്തലോ ഒരു നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ഒന്ന് ചെയ്താൽ മതി.
എന്നും പോയി തൊഴുന്നത് തന്നെ, എന്നൊന്നില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ നല്ലതാണ്. ഒരു പുഷ്പാഞ്ജലി ചെയ്യിച്ചോ നല്ലത് തന്നെയാണ്, ദോഷങ്ങൾ കുറയും. എന്നാൽ 18-ാം തീയതി മുതലങ്ങോട്ട് അനുകൂലനായിട്ടാണ് ഈ ശുക്രൻ സഞ്ചരിക്കുന്നത്. സുഖം, ദുഃഖശാന്തി, ധനലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തന്നെ തുടരുന്നു. കർമ്മസ്ഥലത്താണ്, 10-ാം ഭാവത്തിലാണ്. ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കർമ്മസ്ഥലത്തെ, ജോലി സ്ഥലത്തെ. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക, അത് അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കുക, അത് നമ്മുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്താൽ മതി. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ഹെൽത്ത് സംബന്ധമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ. പിന്നെ രാഹു ദോഷം കുറയുന്നതിന്, രാഹു ദോഷപ്രദമല്ല, അനുകൂലനായിട്ട് നിൽക്കുന്നു. എന്നാൽ കേതു ദോഷം കുറയുന്നതിന് ഗണപതിക്ക് നമ്മുടെ നാൾ വരുമ്പോൾ ഒരു ഗണപതി ഹോമോ ഒരു നാളികേരം ഉടയ്ക്കലോ ഒന്ന് ചെയ്താൽ മതി. വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. രാഹു വളരെയേറെ അനുകൂലനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പല നേട്ടങ്ങളും തരുന്നതാണ് ഈ രാഹു. ഇനി മിഥുനക്കൂറ്, മകയിരം പകുതി, തിരുവാതിര, പുണർദം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്ക് അരിഷ്ടതകളൊക്കെ ഉണ്ടാകുക, യാത്രാക്ലേശമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ രോഗങ്ങളെ പലയിടത്തും കാര്യപരാജയം ഉണ്ടാകുക, തടസ്സങ്ങൾ വരുത്തുക, പത്നീകോപം, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും ഓം നമഃശിവായ ജപിക്കുക, ശിവന് ധാര, കൂവളമാലയൊക്കെ വഴിപാട് ചെയ്യുക, വളരെ നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. കർത്തവാവിൻ്റെ തലേ ദിവസം ശിവക്ഷേത്രത്തിലൊരു കൂവളമാല ചാർത്ത് അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യിക്ക്, ദോഷങ്ങൾ ഏറെയേറെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരുമായിട്ട് പിണക്കം, ധനനാശം, നേത്രരോഗം, ഉദരരോഗം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനാണ്. എന്നാൽ 7-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് ഇരിക്കുക. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില വഴക്കോ അഭിപ്രായ വ്യത്യാസമോ മനക്ലേശം ഉണ്ടാകലോ ഒക്കെ സാധ്യതയുണ്ട്. ശരീരത്തിനും പല ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ചെറിയ രോഗ അരിഷ്ടതകളെ, ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. തുടങ്ങിയ ക്ലേശങ്ങൾക്ക്, ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനനേട്ടം, സ്ഥാനമാന ലാഭം, ആനന്ദപ്രാപ്തി, ശത്രുനാശം, സന്താനഭാഗ്യം, വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിനനുകൂലമായിട്ട് ഒരു തുടക്കം കുറിക്കൽ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. പൊതുവെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ വ്യാഴത്തിന് വേദദോഷം സംഭവിക്കുന്നു. ആകയാൽ വ്യാഴം 15-ാം തീയതി മുതൽ ദോഷപ്രദനായിട്ട് മാറും. അനുകൂലനല്ലാതെ 14 വരെ എത്ര നന്നായിരുന്നോ അതിന് വിപരീതമായിട്ട് നെഗറ്റീവായിട്ട് മാറുന്നതാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. വളരെക്ക് വ്യത്യാസം വരുന്ന ഒരു അവസ്ഥയാണിത്. അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന ചെയ്യിച്ചു വിഷ്ണു ക്ഷേത്രത്തിലെ ദോഷങ്ങൾ കുറയും. ഇത് ഏകദേശം 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും. വ്യാഴത്തിൻ്റെ വേദദോഷം 8-ാം ഭാവത്തിൽ ഒരു ഗ്രഹവും ഇല്ലാതെ വന്നാൽ വ്യാഴം പൂർണ്ണമായിട്ടും അനുകൂലനായി വരുന്നതാണ്. ശുക്രൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുക്കളുമായിട്ടൊക്കെ ചില തർക്കങ്ങൾ, സന്താനങ്ങൾ കാരണം മനക്ലേശം ഉണ്ടാകുക, പിന്നെ നിത്യവൃത്തിയിലൊക്കെ ചില തടസ്സങ്ങളോ ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത ഉണ്ട്. പ്രതീക്ഷിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരിക, അതിനൊക്കെ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക, ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്.
ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അപ്പോൾ ദേവി പ്രീതി നടത്തുക, അതായത് ദേവിക്കൊരു പുഷ്പാഞ്ജലിയോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത്, നെയ്വിളക്ക് കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. ലളിത സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ്. അത് ചില ഭാഗ്യ കാര്യങ്ങൾക്കൊക്കെ, ചില തടസ്സങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ പിതാവിന് ചില ക്ലേശങ്ങളോ പിതൃബന്ധുക്കൾക്ക് ക്ലേശങ്ങളോ അവർ മൂലം മനക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനോ എള്ളുകിഴിയോ വഴിപാട് ചെയ്തോളൂ, ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു 10ലാണ്, അത്ര നന്നല്ലെങ്കിലും ദോഷം ചെയ്യില്ല. പക്ഷേ കേതു 4ലാണ്, ഹെൽത്ത് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അനുകൂലനാണ്. സർവകാര്യ വിജയം, സന്തോഷം, ശത്രുനാശം, ധനലാഭം, ലോക ബഹുമാനം, രോഗശമനം, ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. നിത്യവൃത്തിക്കൊക്കെ നേട്ടങ്ങൾ, നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ 15-ാം തീയതി മുതൽ അങ്ങോട്ട്, മകരം 1-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്ക് രോഗബാധകളൊക്കെ ഉണ്ടാകുക, കാര്യപരാജയം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂവളമാലയോ ഒക്കെ ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്തു ദോഷങ്ങൾ കുറയും. ഓം നമഃ ശിവായ ജപിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു മാസം മുഴുവനും. ധനലാഭം ഉണ്ടാകും, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, ആനന്ദം, സർവകാര്യ വിജയം, രോഗമുക്തി, ശത്രുനാശം, വഴക്കുകൾക്കൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസത്തിനോ വഴക്കിനോ ഒക്കെ ഒരു പരിഹാരമാകുക, അതൊക്കെ രമ്യതയിലെത്തിക്കുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കുജൻ ഈ മാസം മുഴുവനും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനല്ല. എന്നാൽ 7-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനായി തന്നെ സഞ്ചരിക്കുന്നതാണ്. എല്ലായിടത്തും ഒരു വിജയം, ധനനേട്ടം, പുതിയതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക, നല്ല സന്തോഷം ഉണ്ടാകുക, ആനന്ദം ഉണ്ടാകുക, ജോലി സ്ഥലത്തൊരു ആനുകൂല്യം, ചില അനുകൂലമായിട്ടുള്ള ഇടപാടുകൾ ഒക്കെ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ വ്യാഴം 10-ാം ഭാവത്തിലാണ്. ഗോചരാൽ 10-ലെ വ്യാഴം അത്ര നന്നല്ല, ദോഷപ്രദം തന്നെയാണ്. പക്ഷേ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുന്നു. അതുകൊണ്ട് വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് ഈ മാസം മുഴുവനും സഞ്ചരിക്കുക. ഈ മാസം മുഴുവനുമല്ല, ഇനി അങ്ങോട്ട് ഏപ്രിൽ വരെയും 10ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും വേദം ഭവിക്കാൽ അനുകൂലനായി തന്നെയാണ് നിൽക്കുന്നത്. നല്ല അനുഭവങ്ങളൊക്കെ തരും. ധനലാഭം, ഉത്തമമായ ആഹാരാദികളെ, സന്താനങ്ങൾ നിമിത്തം സന്തോഷം ഉണ്ടാകുക, ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക, ഗ്രഹലാഭം ഉണ്ടാകുക. പൊതുവെ ഭാഗ്യം വളരെ അനുകൂലമാണ്. ധനം അൺഎക്സ്പെക്റ്റഡായിട്ട് ഉള്ള അപ്രതീക്ഷിതമായ ധനനേട്ടത്തിന് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ശുക്രൻ 17-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. കുടുംബസൗഖ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട്, അതിന് ശേഷം അങ്ങോട്ട് അനുകൂലനല്ലാതെയായാണ് സഞ്ചരിക്കുക. ബന്ധുക്കളുമായിട്ടൊക്കെ ചില തർക്കങ്ങൾ, സ്ത്രീകൾ മൂലം ക്ലേശം ഉണ്ടാകുക, മനപ്രയാസം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ശനി അഷ്ടമശനിയായി തുടരുന്നു. ദോഷം പ്രദമാണ്. എങ്കിലും ഇപ്പോൾ വ്യാഴാനുകൂല്യം ഉള്ളതിനാൽ ഈ ദോഷങ്ങൾക്കൊന്നും അത്ര കാഠിന്യം ഉണ്ടായില്ല. അതിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എങ്കിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി വഴിപാടൊക്കെ ചെയ്യുക, ദോഷത്തിനൊരു കുറവുണ്ടാവും. പിന്നെ സർപ്പപൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭാഗ്യസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. ശിവപ്രീതി വരുത്തുക,
ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക. അങ്ങനെ രാഹുവിൻ്റെ ദോഷം കുറയും. കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അധികമായിട്ടുള്ള ചിലവ്, ശത്രുക്ലേശത്തിന് സാധ്യത, പരിഭ്രമം ഉണ്ടാക്കുക, സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ആരോഗ്യ സംബന്ധമായ ചില അസ്വസ്ഥതകൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ ഒക്കെ ചാർത്തുക, ഓം നമഃ ശിവായ ജപിക്കുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 15-ാം തീയതി മുതൽ, മകരമാസം 1-ാം തീയതി മുതൽ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് മാറുന്നത്. സർവകാര്യ വിജയം, സന്തോഷം, ധനനേട്ടം, ലോക ബഹുമാനം, രോഗശമനം, ശത്രുനാശം, കർമ്മസ്ഥാനത്ത് അനുകൂലമായിട്ടുള്ള ചില നീക്കങ്ങളെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനച്ചിലവ്, ബന്ധുക്കളും സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ശത്രുക്ലേശം, ജ്വരരോഗം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷം കുറയാൻ. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനാണ്, വളരെ നല്ലതാണ് 7-ാം തീയതി വരെ. എന്നാൽ 8-ാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ഭാര്യാപുത്രാദികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു മ്ലാനത വീട്ടിലുണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്രതീക്ഷിതമായ ധനനേട്ടം, പൊതുവായ ഉന്നതി, സർവകാര്യ വിജയം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ടാവും. എല്ലാവിധമായ സുഖവും ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, അതുപോലെ വിവാഹത്തിന് അനുകൂലമായിട്ടൊരു തുടക്കം കുറിക്കുക. പിന്നെ സന്താനങ്ങളുടെ വിവാഹം, ജോലി, പഠിത്തം ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കാം. വളരെ നല്ല സമയമാണ്. നല്ല ഫലങ്ങളാണ് വ്യാഴം തരിക. വളരെയേറെ ദോഷങ്ങൾക്ക് ഒരു കുറവ് കിട്ടും ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. ധനലാഭം, കുടുംബസുഖം, സന്താനങ്ങൾ മൂലം സന്തോഷം, സന്താനഭാഗ്യം, തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക, ഒരു അംഗീകാരം കിട്ടുക, ചില സ്നേഹിതർ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തന്നെ തുടരുന്നു. പക്ഷേ വ്യാഴം അനുകൂലമാണ്, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ശനിയുടെ ദോഷം അത്ര അങ്ങോട്ട് ബാധിക്കില്ല. എങ്കിലും അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനോ എള്ളുകിഴിയോ കത്തിക്കുന്നത് നല്ലതാണ്. പിന്നെ രാഹുകേതുക്കളുടെ ദോഷം വരാതിരിക്കാനായിട്ട് സർപ്പപൂജ ചെയ്യലോ ശിവപ്രീതി വരുത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ശിവന് ധാര നടത്തുന്നത് നല്ലതാണ്. ഗണപതി ഹോമം നടത്തുക, അത് നല്ലതാണ്. ഒരു നാളികേരം ഉടയ്ക്കലോ. അപ്പോൾ കേതുവിൻ്റെ ദോഷം അങ്ങനെ ഒന്നും ബാധിക്കില്ല. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂറ്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ല. ഗ്രഹകലഹം, ശരീര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, മനോവിഷമം, യാത്രാക്ലേശങ്ങൾ, സ്ത്രീകൾ മൂലം മനക്ലേശം ഉണ്ടാകുക, സ്നേഹിതർ മൂലവും സന്താനങ്ങൾ മൂലവുമൊക്കെ ആയിട്ട് മനക്ലേശം, ശത്രുഭയം ഉണ്ടാകുക, രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ മഹാദേവൻ ഒരു ധാര നടത്തുകയോ കൂളമാല ചാർത്തലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഓം നമഃ ശിവായ എന്നും ജപിച്ചോ, രാവിലെയും വൈകിട്ടും ജപിച്ചോ 108 പ്രാവശ്യം വീതം. അത് നടക്കുമ്പോഴൊക്കെ ഓം നമഃ ശിവായ മനസ്സിലിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുന്നത് വളരെയേറെ നല്ലതാണ്. എല്ലായിടത്തും ഒരു രക്ഷ കിട്ടുന്നതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പണത്തിനൊരു ഞെരുക്കം, ബന്ധുവിരോധം, ഭയം, ജ്വരം, രക്തസംബന്ധമായ രോഗം, ഉദരസംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾ, സ്ഥാനഭ്രംശത്തിനൊക്കെയും സാധ്യത ഉണ്ടാകുന്നതാണ്.
അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് കഴിയുന്ന അനുസരിച്ച് ഒരു വഴിപാട് എന്തെങ്കിലും ചൊവ്വാഴ്ച ദിവസമോ നമ്മുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമോ ചെയ്താൽ മതി. ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പിന്നെ 7-ാം തീയതി വരെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 7-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെയേറെ അനുകൂലനാണ്. ധനലാഭം ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക, മാതാവ് മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, മാതാവിന് നിങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക. വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കർമ്മസ്ഥാനത്തൊക്കെ ചില നേട്ടങ്ങൾ, കർമ്മ പുരോഗതി, ഇതിനൊക്കെ ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, ഭാഗ്യദോഷം, സ്ഥാനഭ്രംശം, ശാരീരിക ക്ലേശങ്ങളെ, ജോലി സംബന്ധമായ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമോ പുണർതം, വിശാഖം, പൂരുട്ടാതി നാളുകൾ വരുന്ന ദിവസമൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴം വളരെ ദോഷ സ്ഥലത്താണ് നിൽക്കുക. ഇനിയിപ്പോൾ ജപിക്കാൻ തീരെ പറ്റില്ലാത്തവർക്കാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുക, ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും. പിന്നെ ശുക്രൻ 17-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. ധനനഷ്ടം, നിത്യവൃത്തിയിലുള്ള ചില ക്ലേശങ്ങളെ, ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുക തുടങ്ങിയ ദോഷത്തിന് സാധ്യതയുണ്ട്. പലയിടത്തും തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുക. വളരെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു അർച്ചന ചെയ്തു ദോഷം കുറയും. ലളിത സഹസ്രനാമോ ലക്ഷ്മി നാമോ സഹസ്രനാമോ ഒക്കെ ജപിക്കുന്നത് നല്ലതാണ് ദോഷം കുറയാൻ. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട് ശുക്രൻ വളരെയേറെ അനുകൂലനാണ്. ധനലാഭം, സർവ്വവിധമായ സുഖം ലഭിക്കുക, കുടുംബസുഖം ലഭിക്കുക, സ്നേഹിതർ മൂലം നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെ ഏറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനധാന്യാദി അഭിവൃദ്ധി ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, കുടുംബസുഖം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ രാഹുകേതു ദോഷ ശമനത്തിനായിട്ട് സർപ്പപൂജ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ശിവപ്രീതി വരുത്തുക, അതും അത്യാവശ്യമാണ്. ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഗണപതി ഹോമം നടത്തലോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്കപ്പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്താൽ മതി അത്. ഇനി തുലാക്കൂറ്, ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് തുലാക്കൂറ്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. രോഗമുക്തി, മനസ്സമാധാനം ലഭിക്കുക, ധനലാഭം ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, ശത്രുപരാജയം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം, ലോക ബഹുമാനം ഉണ്ടാകുക, സ്നേഹിതർ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ 15-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശത്തിന് സാധ്യതയുണ്ട്, യാത്രാക്ലേശം ഉണ്ടാകാം, സ്ത്രീകൾ മൂലമായിട്ട് ചില ക്ലേശങ്ങളോ ദുരിതങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശിവന് ധാര നടത്തലോ കൂളമാല ചാർത്തലോ ഒക്കെ ചെയ്യുക, ദോഷം കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു മാസം മുഴുവനും. എല്ലായിടത്തും ഒരു വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിന് നല്ല സാധ്യതയുണ്ട്. സ്നേഹിതർ മൂലം നേട്ടങ്ങളുണ്ടാകാം, ധനനേട്ടം, ശത്രു പരാജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനാണ്. ധനനേട്ടം, കുടുംബസുഖം, ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ 7-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അത്ര നല്ലതല്ല. ബന്ധുക്കളുമായിട്ടൊക്കെ ചില വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാം. ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാം, മനോധൈര്യം ഇല്ലാതാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ വളരെയേറെ നല്ലത് തന്നെയാണ്. ദോഷങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ വ്യാഴം 7-ലാണ്. അനുകൂലമായിട്ടുള്ള ഭാവമാണ് 7-ാം ഭാവം. പക്ഷേ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു. ആകയാൽ ദോഷപ്രദൻ ആണ് വ്യാഴൻ. ബന്ധുക്കളുമായിട്ട് വഴക്ക്, സ്ഥാനഭ്രംശം, ജോലി സ്ഥലത്തുള്ളൊക്കെ ചില ക്ലേശങ്ങൾ തുടങ്ങിയ
ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ശുക്രൻ 17-ാം തീയതി വരെ അനുകൂലൻ സ്ഥാനത്ത് തന്നെ ആണ്. എങ്കിലും ശുക്രനും വേദദോഷം ഉള്ളതിനാൽ പ്രതികൂലനായിട്ടാണ് ഭവിക്കുക. സ്ത്രീകൾ മൂലം ക്ലേശത്തിന് സാധ്യതയുണ്ട്. പക്ഷേ 18-ാം തീയതി മുതലും വീണ്ടും ശുക്രൻ്റെ രാശി മാറ്റം ഉണ്ടാകും. 18-ാം തീയതി അപ്പോഴും ദോഷപ്രദനായിട്ടാണ് വരുന്നത്. വ്യവസായത്തിലൊക്കെ ചില നഷ്ടങ്ങളോ ധനഹാനിക്കോ ശത്രുക്ലേശത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ദേവീ ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക, ആ ദോഷങ്ങൾ കുറയും. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ്, 5-ാം ഭാവത്തിലാണ്. ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക, നീരാഞ്ജനം കത്തിക്കുക, ഇതൊക്കെ ചെയ്താൽ ദോഷം കുറയും. പിന്നെ രാഹു വളരെ അനുകൂലനാണ്, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ കേതു അത്ര അനുകൂലനല്ല, നല്ല ചിലവ് വരുത്തുന്ന സാധ്യതയുണ്ട്. ഒരു ഗണപതി ഹോമോ നാളികേരവും ഗണപതിക്ക് അടിക്കലോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കുറയും നമ്മുടെ പക്കപ്പിറന്നാൾ വരുമ്പോൾ. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഈ വൃശ്ചികക്കൂറ്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അനുകൂലൻ അല്ല. മനോദുഃഖം, കൃഷിപ്പിഴ, നേത്രരോഗം, പിന്നെ വ്യാപാരത്തിൽ ഒക്കെ ചില നഷ്ടങ്ങളോ പ്രതീക്ഷിച്ച പോലെ ഒരു നേട്ടം ഇല്ലാതെ വരികയോ ചതിവ് പറ്റുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ധനക്ലേശത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ ശിവന് ധാര, കൂളമാലയൊക്കെ വഴിപാട് ചെയ്യുക, ഓം നമഃശിവായ ജപിക്കുക. അപ്പോൾ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പക്ഷേ 15-ാം തീയതി മുതലങ്ങോട്ട്, അതായത് ഈ മകരം 1-ാം തീയതി മുതൽ വളരെയേറെ അനുകൂലനായിട്ടാണ് സൂര്യൻ സഞ്ചാരം. രോഗമുക്തി, ശത്രുനാശം, ധനനേട്ടം, പിന്നെ സ്ഥാനമാന ലാഭം, സർവാഭിഷ്ട ലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് മാസം മുഴുവനും സഞ്ചരിക്കുന്നത്. ധനക്ലേശം, കടുത്ത സംഭാഷണം മൂലം പല ക്ലേശങ്ങളോ മനസമാധാനമില്ലാഴികയോ ശത്രുതയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പലയിടത്തും പല തടസ്സങ്ങൾ, പല കാര്യപരാജയം തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ കഴിയുന്നതനുസരിച്ച് ഒരു പുഷ്പാഞ്ജലി എങ്കിലും ചെയ്യുക. അവിടെ പോയി ദർശനം ചെയ്ത് ചൊവ്വാഴ്ച ദിവസം ദോഷങ്ങൾക്കൊക്കെ വളരെയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, കുറവുണ്ടാകും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. എന്നാൽ 7-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് ബുധൻ വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനപ്രാപ്തി, സന്തോഷം ഉണ്ടാകുക, ആഭരണാദിയൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക, ഇങ്ങനെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ദുഃഖപ്രദമാണ്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, സർക്കാരിനെ പറ്റി ഭയം ഉണ്ടാകുക, അതല്ല വെച്ചാൽ നമ്മുടെ ഓഫീസ് അധികാരികളെപ്പറ്റി, ജോലി സ്ഥലത്ത് നല്ല ക്ലേശത്തിന് സാധ്യത, ജോലി സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ജോലി മാറ്റം അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റമോ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റത്തിന് സാധ്യത ഉണ്ടായി. വീട്ടിൽ പൊതുവേ ഒരു മ്ലാനത അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ധനം, സ്വർണം മുതലായവയൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് യാത്രയൊക്കെ അവോയ്ഡ് ചെയ്യുക കഴിവതും. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. വിഷ്ണു ക്ഷേത്രത്തിലല്ലേ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ബന്ധുവിയോഗം, കുടുംബകലഹം, രോഗം, സ്ഥാന പരിവർത്തനം തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനമൊക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പൂജ നടത്തുക, സർപ്പപൂജ നടത്തുകയൊക്കെ ചെയ്താൽ ആ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും.
ഇനി ധനു രാശി. മൂലം, പൂരാടം, ഉത്രാടം, കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ഇവർക്ക് സൂര്യൻ ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക മാസം മുഴുവനും. ഉദര സംബന്ധമായ ക്ലേശം ഉണ്ടാകാം, മനക്ലേശം, ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, കൃഷിപ്പിഴയൊക്കെ സംഭവിക്കാം, നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാം, പലയിടത്തും ചതിവ് പറ്റുന്നതിന് സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശിവന് ധാരയോ കൂളമാലയോ വഴിപാട് ചെയ്യുക, ഓം നമഃശിവായ ജപിക്കുക, അപ്പോൾ ദോഷം കുറയും. പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. നല്ല രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. നല്ല ടെൻഷനോ ഒക്കെ ഉണ്ടാകാം, ദേഷ്യം ഒക്കെ കൂടാം. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ട് വിരോധമോ വഴക്കോ ഉണ്ടാകലോ, ധനനാശം ഉണ്ടാകുക, അർത്ഥമില്ലാതെയുള്ള സംഭാഷണം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം 5-ാം ഭാവത്തിലാണ് എങ്കിലും വേദദോഷം ഭവിക്കിയാൽ 5-ലെ ഫലം മുഴുവനായിട്ട് തരില്ല. വീട് വിട്ടു പോകേണ്ടി വരിക, ബന്ധുക്കളെ കൊണ്ട് ക്ലേശം ഉണ്ടാകുക, അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കാലത്ത് സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്തോളൂ, അപ്പോൾ ദോഷങ്ങൾ കുറയും. വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കാം. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലോട്ടും 9-ലോട്ടും 11-ലോട്ടും ഒക്കെ വീഴുന്നത് അത് വളരെ അനുകൂലമാണ്, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്, അത്ര കണ്ട് ദോഷപ്രദം അല്ലാതെ. പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സുഖപ്രാപ്തി, ധനലാഭം, ശത്രുനാശം, സന്തോഷം, എല്ലാ വിധമായ സുഖപ്രാപ്തി, ഇങ്ങനെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലൻ ഭാവത്തിലാണ് എങ്കിലും 17-ാം തീയതി വരെ വേദദോഷം മൂലം അനുകൂലനല്ലാതെയാകുന്ന സഞ്ചരിക്കുക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുക. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട് ശനി വളരെയേറെ അനുകൂലനാണ്. സുഖം, സർവകാര്യ വിജയം, ധനലാഭം, പദപ്രാപ്തി, ഉദ്യോഗം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ രാഹു കേതുക്കൾക്ക് അവരുടെ ദോഷം പറ്റാതിരിക്കാനായിട്ട് ശിവപ്രീതി നടത്തൽ, ഗണപതി പ്രീതി നടത്തൽ ചെയ്യുന്നത്, വഴിപാട് യഥാശക്തി ചെയ്യുന്നത് നല്ലതാണ്. ഇനി മകരം രാശി. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഈ മകരക്കൂറ്. ഇവർക്ക് സൂര്യൻ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും. ദൂരയാത്ര, പല കാര്യതടസ്സങ്ങൾ, ബന്ധുവിയോഗം, സ്ഥാന നഷ്ടം, അധികമായിട്ടുള്ള ചിലവ്, ധനനഷ്ടം, ഉദര സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾ, ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ധാരയോ ഒരു കൂളമാല ചാർത്തലോ ഒക്കെ ചെയ്താൽ മതി, ദോഷങ്ങൾ കുറയും. ഓം നമഃശിവായ ജപിക്കുക 107 പ്രാവശ്യം കാലത്തും വൈകിട്ടും, വളരെ വ്യത്യാസം വരും, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനവ്യയം, പരദേശവാസം, ധനനാശം, ബന്ധുവിരോധം, ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല, എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ആ ടെൻഷൻ കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം അതും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ, വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വീട്, ഭൂമി ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതിനൊരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോഴേ ശ്രമിച്ചോളൂ. ഏപ്രിൽ മാസം വരെ അതിന് സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ 30 വരെ ഉള്ള സമയത്ത് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങൽ നേട്ടത്തിന് സാധ്യതയുണ്ട്. വീട് പുതുതായിട്ട് പണിയാലോ പുതുക്കി പണിയിലോ ഇതിനൊക്കെ ആയാലും മതി. എന്തായാലും അതിനൊന്ന് ശ്രമിച്ചോളൂ ഇപ്പോഴേ. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. ഈ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്തു ദോഷം കുറഞ്ഞു കിട്ടും.
പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല, പക്ഷേ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി 7.5 ശനിയായി തുടരുന്നു. അതത്ര നന്നല്ലാത്ത ഒരു അവസ്ഥയാണ്. 7.5 ശനിയുടെ ലാസ്റ്റ് പോർഷനാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയൊക്കെ വഴിപാട് ചെയ്യുക നല്ലതാണ്, ദോഷം കുറയും. പിന്നെ രാഹു വളരെ അനുകൂലനായി നിൽക്കുന്നു, പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ കേതു അത്ര അനുകൂലനല്ല, അത് ഭാഗ്യസ്ഥാനത്താണ്. അത് ഭാഗ്യക്കുറവ് വരുത്തലോ പിതാവിനോ പിതൃതുല്യരായവർക്കോ ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അവർ മൂലം മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഗണപതി ഹോമം നടത്തുന്നതിന് നല്ലതാണ് ഈ പക്കപ്പിറന്നാൾ തോറും. അപ്പോൾ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കുംഭക്കൂറ്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ അനുകൂലനാണ്. വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനലാഭം, പുതിയ സ്ഥാനമാന ലാഭം, സർവാഭിഷ്ട ലാഭം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം വളരെ അനുകൂലമായി വരിക, ജോലി സ്ഥലത്ത് നല്ല അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, അതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ 15-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ അനുകൂലനല്ലാതെ ആണ് വരുന്നത്. സ്ഥാനനഷ്ടത്തിനോ ദൂരയാത്രയ്ക്കോ അധികമായിട്ടുള്ള ചെലവിനോ ധനനഷ്ടത്തിനോ പലയിടത്തും പല തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ 15-ാം തീയതി മുതൽ അങ്ങോട്ട് ശിവക്ഷേത്രത്തിൽ ധാരഗോളമാലയൊക്കെ വഴിപാടുകൾ ചേർത്ത് നടത്തുക, ദോഷം കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. ആരോഗ്യം അനുകൂലമാണ്. ധനധാന്യ വസ്ത്രാദി ലാഭം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, എല്ലായിടത്തും ഒരു കാര്യവിജയം, തടസ്സങ്ങളൊക്കെ മാറി വരിക, ഭൂമി ലാഭം ഉണ്ടാകുന്നതിനൊരു തുടക്കം കുറിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധനും വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. പുതിയ സ്ഥാനമാന ലാഭം, ശത്രുപരാജയം, ആരോഗ്യം ഒക്കെ നന്നായി വരിക, സുഖം പൊതുവെ ഉണ്ടാകുക, പ്രശംസ ഒക്കെ ഉണ്ടാകുക, ധനാഗമനം നല്ലതായിട്ട് വരിക, ബന്ധു സ്നേഹം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ്, അത് ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായും സ്നേഹിതരുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക. തൊഴിലിൽ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ധനക്ലേശം, അങ്ങനെ പല ദോഷങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ വ്യാഴാഴ്ച ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയൊന്നും മാറുന്നതിന് സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റമെങ്കിലും ഓഫീസിൽ ഉണ്ടാകും. അപ്പോൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കാവുന്ന വരിയിൽ എന്നും അത് ചെയ്യാവുന്ന വരിയിലോ, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യാവുന്ന വരിയിലോ ഇതിനൊക്കെ ഒരു കുറവ് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 17-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് നിൽക്കുന്നത്. ധനനാശം, ധനക്ലേശം, സ്ത്രീകളുമായിട്ട് കലഹം, മനോദുഃഖം, പേരുദോഷം തുടങ്ങിയ ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കാര്യങ്ങളും പേരുദോഷത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് അത്യാവശ്യമാണ്. 17-ാം തീയതി മുതൽ അങ്ങോട്ട് ശുക്രൻ അനുകൂലനാണ്. ധനലാഭം, പ്രതാപം, കാര്യവിജയം, ഉത്തമമായിട്ടുള്ള ആഹാരം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തന്നെ തുടരുന്നത്. 7.5 ശനിയുടെ മധ്യഭാഗമാണ് ജന്മശനി. വളരെയേറെ ദോഷപ്രദമാണത്. കുടുംബക്കാരുമായിട്ട് വഴക്ക്, ജോലി സ്ഥലത്ത് ക്ലേശങ്ങളെ, അവിടെ വാക്കുതർക്കങ്ങളെ, ജോലി മാറ്റത്തിന് സാധ്യത, വിവാഹ ജീവിതത്തിൽ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷപ്രദങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ സർപ്പപൂജ, ഗണപതി പ്രീതി വരുത്തൽ, ഇതൊക്കെ അത്യാവശ്യമാണ്. ശിവന് കഴിയുന്നതനുസരിച്ച് പൂജ ചെയ്യുക. അപ്പം സർപ്പദോഷത്തിന് ഒരു കുറവുണ്ടാവും. ഇനി മീനക്കൂറ്. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് മീനക്കൂറ്. ഇവർക്ക് സൂര്യൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. കാര്യവിജയം,
ധനലാഭം, ആരോഗ്യം, ബന്ധു സമാഗമം, ലാഭം ഉണ്ടാകുക, പുതിയ സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുക. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമാണ്. പുതിയ ജോലി കിട്ടുന്നതിന്, ജോലി സ്ഥലത്ത് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. രോഗക്ലേശങ്ങളെ, വിദേശയാത്ര, നിത്യകാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളെ, കാര്യപരാജയം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനല്ല. എന്നാൽ 7-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ അനുകൂലനാകട്ടെ. പുതിയ സ്ഥാനമാന ലാഭം ഉണ്ടാകുക, ശത്രുപരാജയം ഉണ്ടാകുക. പക്ഷേ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണെങ്കിലും വേദദോഷം ഭവിക്കുന്നു. അപ്പോൾ ദോഷപ്രദനായിട്ട് ഭവിക്കുന്നു. അധികമായിട്ടുള്ള ചിലവ്, ധനക്ലേശം, ദൂരയാത്ര, വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ദോഷഫലങ്ങളൊക്കെ തരുന്നതിന് സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, സഹസ്രനാമ അർച്ചന ചെയ്യുക. അങ്ങനെയൊക്കെ ആയാൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് ഉള്ളത് വളരെയേറെ ഒരു ആശ്വാസമാണ്. പിന്നെ 17-ാം തീയതി വരെ ശുക്രൻ അനുകൂലനാണ്. പുതിയ വസ്ത്രലാഭം, ധാന്യാദി ലാഭം, സർവാഭിഷ്ടലാഭം, ആരോഗ്യം അനുകൂലമായി വരിക, ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 17-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് വരിക. പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം പല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. പേരുദോഷത്തിനും ഒക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്തോളുക. വെള്ളിയാഴ്ച ദിവസം പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പിന്നെ ശനി 7.5 ശനിയായിട്ട് തുടരുന്നു. ധനനഷ്ടം, എല്ലായിടത്തും ഒരു തടസ്സങ്ങളെ, അധികമായിട്ടുള്ള ചിലവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ രാഹുകേതുക്കളുടെ ദോഷം കുറയുവാൻ സർപ്പപൂജ നടത്തുക, ശിവപൂജ നടത്തുക, ഗണപതി ഹോമം നടത്തുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുകേതുക്കളുടെ ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ്. ഒരു നാളികേരം ഉടയ്ക്കുന്നതായാലും മതി. അത് നമ്മുടെ പക്കപ്പിറന്നാൾ ദിവസങ്ങളിൽ ചെയ്യുക. അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള കണക്കിനൊന്ന് ചെയ്താലും മതി, ഒരു കണക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ ദോഷം കുറയും. ഗണപതി പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ